DMK, BJP എന്നീ കക്ഷികളെ പ്രതിക്കൂട്ടിൽ നിർത്തി ശക്തമായ രാഷ്ട്രീയ പ്രചാരണം നടത്തിയവരാണ് വിജയ്ക്ക് അപ്രതീക്ഷിത തിരിച്ചടി നേരിട്ടത്. സംസ്ഥാന യാത്ര നടത്തുന്നതിനിടെ ജനഹിതം മാറ്റിമറിക്കാൻ സാധിക്കുമെന്നായിരുന്നു വിജയ് കരുതിയത്. രണ്ടാഴ്ച പിന്നിട്ട് കരൂർ യാത്ര എത്തിയപ്പോൾ എല്ലാം മാറി. ദുരന്തത്തിൽ 41 പേർ മരിക്കുകയും പിന്നീടുണ്ടായ സംഭവവും വിജയ് ഒറ്റപ്പെടുന്ന അവസ്ഥയിലെത്തിച്ചു. ദുരന്ത സ്ഥലത്ത് നിന്ന് വിജയ് പെട്ടെന്ന് പോയതും പ്രതികരിക്കാൻ വൈകിയതുമെല്ലാം തന്നെ രാഷ്ട്രീയ എതിരാളികൾക്ക് കളം നിറയാൻ അവസരമൊരുക്കി. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം ഇറക്കിയ വീഡിയോ സന്ദേശത്തിൽ നടത്തിയ ചില പരാമർശങ്ങൾ വിജയ് വീണ്ടും കുരുക്കിലാക്കി. മാത്രമല്ല, ദുരന്തത്തിൽ ഖേദം പ്രകടിപ്പിക്കാതിരുന്നത് ശരിയായില്ല എന്ന വിമർശനവും ഉയർന്നു. വിദ്യാർത്ഥികൾ, യുവാക്കൾ എന്നിവർ ഉൾപ്പെടെ കന്നി വോട്ടർമാരെ ആകർഷിക്കാൻ വിജയ്ക്ക് സാധിച്ചു എന്നതായിരുന്നു ദുരന്തത്തിന് മുൻപുള്ള ചിത്രം. മാത്രമല്ല, സ്ത്രീ വോട്ടർമാർക്കിടയിലും വിജയ് സ്ഥാനമുറപ്പിക്കുന്നു എന്ന പ്രചരണമുണ്ടായി. ഇതിനിടെയാണ് ദുരന്തമുണ്ടായതും രാഷ്ട്രീയ ചിത്രം മാറിയതും. DMK രൂക്ഷമായി വിജയെ വിമർശിച്ചുവെങ്കിലും മറ്റ് പാർട്ടികൾ സൂക്ഷിച്ചാണ് പ്രതികരിച്ചത്. ദേശീയ പാർട്ടികളായ കോൺഗ്രസും BJPയും വിജയെ ഒറ്റപ്പെടുത്തിയില്ല എന്നതാണ് ശ്രദ്ധേയം. രാഹുൽ ഗാന്ധി, MK സ്റ്റാലിനെയും വിജയെയും ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ തിരക്കി. P. ചിദംബരം വിജയെ കുറ്റപ്പെടുത്താതെയാണ് സംസാരിച്ചത്. നാം തമിഴർ കക്ഷി, DMK തുടങ്ങിയ പാർട്ടികളിൽ നിന്നുള്ള വോട്ടർമാർ വിജയെ പിന്തുണച്ചേക്കാമെന്ന തോന്നൽ തമിഴ് രാഷ്ട്രീയത്തിൽ നേരത്തെയുണ്ടായിരുന്നു. ഈ വോട്ടുകൾ കൂടെ നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് BJP കരിനീക്കം നടത്തുന്നത്. തമിഴ്നാട് മുൻ BJP അധ്യക്ഷൻ K. അണ്ണാമലൈ ഡൽഹിയിലെത്തി തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ചലനങ്ങൾ കേന്ദ്ര നേതൃത്വത്തെ കൃത്യമായി ധരിപ്പിച്ചു. തമിഴ്നാടിന്റെ ചുമതലയുള്ള BJP നേതാവ് J. പാണ്ഡെ തിങ്കളാഴ്ച ചെന്നൈയിലെത്തി പാർട്ടി നേതാക്കളുമായി ചർച്ചയും നടത്തും. വിജയെ കൂടെ നിർത്താൻ സാധിക്കുമോ എന്നതാണ് BJP ഇപ്പോൾ ആലോചിക്കുന്നത്. TVK നേതാക്കളുമായി BJP ചർച്ച നടത്തി എന്നും റിപ്പോർട്ടുകളുണ്ട്. തങ്ങൾക്കൊപ്പം നിന്നു കഴിഞ്ഞാൽ യാതൊന്നും പേടിക്കേണ്ടതില്ല എന്ന ഉറപ്പ് BJP നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ. ഒരിക്കലും ഒറ്റപ്പെടുത്തില്ല എന്ന ഡൽഹിയിലെ BJP നേതൃത്വം വിജയെ ദൂതർ മുഖേന അറിയിച്ചുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയ ഭാവി എന്ത് എന്നറിയാൻ വിജയ് അടുപ്പമുള്ളവരുടെ പ്രതികരണം തേടിയെന്നാണ് മറ്റൊരു വിവരമുള്ളത്. ചില കാര്യങ്ങൾ പാളിപ്പോയി എന്ന് അദ്ദേഹവുമായി അടുപ്പമുള്ളവർ വിജയെ ധരിപ്പിച്ചിരുന്നു. ആ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് താൻ വീഡിയോ സന്ദേശം പുറത്തുവിട്ടത് എന്നാണ് അവരോട് വിജയ് പറഞ്ഞത്. രഹസ്യമായി അദ്ദേഹം നടത്തിയ സർവേയിൽ വനിതാ വോട്ടർമാർക്കിടയിൽ എതിർപ്പുണ്ടെന്നും ജനപ്രീതി കുറഞ്ഞുവെന്നുമാണ് കിട്ടിയ വിവരം. അടുത്തയാഴ്ച തമിഴ്നാട്ടിൽ സുപ്രധാന രാഷ്ട്രീയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഹൈക്കോടതി നിലപാട് കടുപ്പിക്കുന്ന സാഹചര്യത്തിൽ TVK നേതാക്കൾ ജാമ്യം തേടി സുപ്രീം കോടതിയെ സമീപിക്കുന്നുവെന്നാണ് മറ്റൊരു വിവരമുള്ളത്.